പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 48-ാം തിരുവചനം. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതിയെന്ന് പ്രകീർത്തിക്കും. ഇന്ന് ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്കും ഈശോയെ ആരാധിക്കാം. ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും അമ്മ എന്നത് വാക്കുകൾക്ക് അതീതമായ സ്നേഹത്തിൻ്റെ പേരാണ്. ഈശോയ്ക്കും സ്വന്തം അമ്മ എന്നത് തൻ്റെ ഹൃദയത്തിലെ സ്നേഹത്തിൻ്റെ നനവുള്ള ഒരു നാമമാണ്. പരിശുദ്ധ അമ്മ സ്വയം തന്നെ തന്നെ വിശേഷിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ താഴ്മയുള്ള എളിമയുള്ള ദാസി എന്നാണ്. സാത്താൻ പരിശുദ്ധ അമ്മയിലെ എളിമയെന്ന പുണ്യത്തെയാണ് ഏറ്റവും അധികം ഭയപ്പെടുന്നത്. കാരണം ഈ എളിമയെന്ന പുണ്യം കണ്ടിട്ടാണ് ദൈവം സ്വന്തം പുത്രൻ്റെ അമ്മയാകുവാൻ പരിശുദ്ധ അമ്മയെ തന്നെ തിരഞ്ഞെടുത്തത്. താഴ്ന്ന കൊമ്പിൽ കയറുവാൻ പലരും ഇഷ്ടപ്പെടാറുണ്ട്. പരിശുദ്ധ അമ്മയുടെ എളിമയെ ഉൾക്കൊള്ളുവാൻ, അമ്മയെ ഈശോയുടെ അമ്മയായി ഉൾക്കൊള്ളുവാൻ സാധിക്കാത്തത് സാത്താനാണ്. കാരണം സാത്താൻ മറിയത്തിലെ എളിമയെ അത്രയേറെ ഭയപ്പെടുന്നു. അസൂയയോടെയാണ് പരിശുദ്ധ അമ്മയെ അവൻ നോക്കിക്കാണുന്നത്. ഈ അസൂയ പരക്കെ മനുഷ്യരുടെ ഹൃദയങ്ങളിലും കടന്നുകൂടി എന്നത് ഒരു വാസ്തവം തന്നെയാണ്. വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് പറയും, പരിശുദ്ധ അമ്മയെ മറച്ചു വയ്ക്കുന്നതിൽ ദൈവം ആനന്ദം കൊണ്ടു. അവളുടെ മാതാപിതാക്കൾ പോലും അവൾ ശരിക്കും ആരാണെന്ന് തിരിച്ചറിഞ്ഞില്ല. അത്യുന്നതൻ അവളെ അവരിൽ നിന്ന് പൂർണ്ണമായി മറച്ചുവെച്ചു. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉത്തമഗീതത്തിൽ 4-ാം അധ്യായം 12-ാം തിരുവചനം ഇപ്രകാരം പറയും, എൻ്റെ മണവാട്ടി അടച്ച ഉദ്യാനമാണ്, മുദ്രവച്ച നീരുറവ. ദൈവം എളിമയുടെ മുദ്ര പതിപ്പിച്ച പരിശുദ്ധ അമ്മയെ ഈശോ നമ്മുടെ മുമ്പിൽ നിർത്തിക്കൊണ്ട് പറയും, നീയും എൻ്റെ അമ്മയെപ്പോലെ എളിമയുടെ മുദ്രയുള്ള മകനാകണം, മകളാകണം. ഈ ലോകത്തിൻ്റെ പ്രവണതകൾക്ക് മുമ്പിൽ അടയ്ക്കപ്പെട്ടതും പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകൾക്ക് മുമ്പിൽ തുറയ്ക്കപ്പെട്ടതുമായ ജീവിതമാകണം നിൻ്റേത്. അമ്മയോടൊപ്പം ഈശോയെ നമുക്കും ആരാധിക്കാം. ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമ്മുടെ ഹൃദയങ്ങളിൽ എളിമയുടെ മുദ്ര പതിപ്പിക്കട്ടെ. ഈശോയുടെ നാമത്തിൽ എല്ലാ ബന്ധനങ്ങളും സാത്താൻ്റെ കോട്ടകളും തകരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ വചനം കേൾക്കുന്ന എല്ലാവരിലും സൗഖ്യവും വിടുതലും സമാധാനവും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.